ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന കറികൾക്ക് നല്ല രുചി കൂട്ടാനും അതേപോലെ നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാനും പറ്റും നല്ല അടിപൊളി ടിപ്സും ഇൻഗ്രീഡിയൻസുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളും ടിപ്സുകളുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് കണ്ടാലോ വീഡിയോ. അപ്പോൾ നല്ല അടിപൊളി ഐറ്റംസുകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒരിക്കലും ഉണ്ടാക്കിയാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. ആ ബീട്രൂട്ട് ഞാൻ നുറുക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര പോകുന്ന കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു സവാളയും 3 തക്കാളി 4 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പച്ചമുളകും തക്കാളി സവാള ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഈ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കരിഞ്ഞു പോവാണ്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാത്തതെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ കറി നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അത് നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂണ് വലിയ ജീരകം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടച്ചിട്ട് 2-3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മുറി തേങ്ങയാണ് കേട്ടോ, ചെറിയ മുറി തേങ്ങയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കട്ടായി പോയതാണ് കേട്ടോ. ഞാൻ കുറച്ച് വറന്നതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഒന്നും മറക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ കരിയാണ്ട് കണ്ടല്ലോ നല്ല ചുവന്നനെ ആക്കി എടുക്കണം കേട്ടോ. നല്ല ഫ്രൈ ആക്കി എടുക്കണം, കരിഞ്ഞു പോകരുത്. എന്നിട്ട് നമുക്കതൊന്ന് ചൂടാറിയിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടല്ലോ. ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്ത തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കണില്ല. നമ്മൾ അതിനാണ് 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ജാറൊക്കെ കഴുകി നിങ്ങൾക്ക് എത്ര കറി വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ ഇപ്പം തന്നെ പാകത്തിനുണ്ടോ നോക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോഴാണ് പാകത്തിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതുപോലെ തിളച്ചിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം നമ്മുടെ കറി. അപ്പോൾ നല്ല രുചികരമായ വെറൊരു ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി പിന്നെ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. അസലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു നെത്തോലി അച്ചാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി നമുക്ക് അസലായിട്ട് ചോറിനാം. പിന്നെ നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ 3 കപ്പ് പച്ചരി ഞാൻ 2 ദിവസത്തിനൊക്കെ അരച്ച് വെക്കലാണ്. 1 കപ്പ് ഉഴുന്നും. ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഉലുവി 1 ടേബിൾ സ്പൂൺ നമ്മളെ തൂവരപ്പരിപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെള്ളത്തിൽ കുതിരാനിടുക. ഇത് കഴുകി വൃത്തിയാക്കിയ വെള്ളത്തിൽ കുതിരാനിടുക. എന്നിട്ട് അത് കുതിർന്ന് വരുമ്പോൾ ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഞാൻ 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വെണ്ടയ്ക്കയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ദോശയ്ക്ക് നല്ല ടേസ്റ്റും നല്ല രസമാണ് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വരും ചെയ്യും. അപ്പോൾ ഞാൻ ഒരുമിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 ഭാഗമായിട്ട് ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം നമ്മൾ കുതിരാനിട്ട വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്.
ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 പാട്ടും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തേൽ കുറച്ച് വെള്ളം കൂടിയോണ്ട് 2-3 വെണ്ടക്ക കഷ്ണം അരഞ്ഞില്ല, അത് ഞാൻ എടുത്തിട്ട് മൂന്നാമത്തതിൽ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്, ഇങ്ങനെ ലൂസിലാണ് കേട്ടോ വേണ്ടത്. കണ്ടല്ലോ. ഇനി നമ്മളിത് റൈസ് കുക്കറിലേക്കാണ് വെക്കുന്നത്. തലേ ദിവസം അരച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. തണുപ്പ് കാലത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ നന്നായി പൊന്തി കിട്ടും കേട്ടോ. കണ്ടല്ലോ, നമ്മൾ എത്രയാണ് നമ്മൾ മാവ് വെച്ച് അതിൻ്റെ ഇരട്ടി മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം എടുക്കണുള്ളൂ. ഞാൻ 2-3 ദിവസത്തിനൊക്കെയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ബാക്കി ഇടരുത്. ബാക്കി നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ദോശ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തട്ടുകട സ്റ്റൈലിലുള്ള ദോശ ഇതുപോലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നന്നായി പരത്തണ്ട കേട്ടോ, തട്ടുകട ദോശ അങ്ങനെയാണല്ലോ. ഇനി എണ്ണ വേണമെങ്കിൽ ഇങ്ങനത്തെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എണ്ണയൊന്നും തേച്ച് കൊടുക്കണില്ല. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ അപ്പം ഇതുപോലെയാണ് കേട്ടോ എടുക്കുന്നത്. നല്ല സോഫ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അതേപോലെ നമുക്കിത് നന്നായി പരത്തിയെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ മറിച്ചിടാണ്ട് ഉണ്ടാക്കിയെടുക്കൂലേ, അതുപോലെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ പരത്തി കൊടുക്കാം. ഇനി നമുക്ക് കനലാണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ഇതുപോലെ ദോശ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് നെയ് റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല കനം കുറച്ച് നമുക്ക് പരത്തിയെടുത്തിട്ട് നമുക്കിത് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ദോശമാവ് ഒന്ന് അരച്ച് നോക്കണേ. ഇത് വെച്ചിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി ദോശയാണ്. അപ്പോൾ തട്ടുകട സ്റ്റൈലിലുള്ള ദോശയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കൂന്തലുള്ളൂ നമ്മളെ കയ്യിൽ നിന്ന് വെച്ചോ, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കും വേണം. കുറച്ച് പേര് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് അടിപൊളിയിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 കിലോ വെണ്ടയ്ക്കാണ്, അത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മിക്സായി പോയതാണ്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ല ഫ്രൈ ആക്കിയെടുക്കാം. കളറ് മാറിപ്പോകരുത്, എന്നാൽ നമ്മുടെ വെണ്ടക്ക നല്ല ഫ്രൈ ആയി കിട്ടും വേണം കേട്ടോ. ഇതാക്കണ്ടോ, നമ്മൾ എണ്ണയ്ക്ക് ഇങ്ങനെ വാർത്തെടുത്തിട്ട് നമുക്ക് ഇത് വെണ്ടക്ക ഇതിൽ നിന്നും മാറ്റാം കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിനോടൊപ്പം ഒരു 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് കളർ മാറാണ്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ 2 സവാളയാണ് കേട്ടോ, മീഡിയം സൈസ് സവാളയാണ്, അതുകൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഇതുപോലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേബിൾ സ്പൂണാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണ്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പിന്നെ നമുക്കിത് നല്ല രുചി കിട്ടാൻ ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് മീനായതുകൊണ്ട് കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത്
ചേർത്തെടുക്കുമ്പോൾ നമ്മൾ കൂന്തൽ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഞാൻ 2 തക്കാളി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതുപോലെ ഒപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ ഉപ്പ് പിടിച്ചിട്ട് ആ മസാല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ഈ തക്കാളി ഒന്ന് വഴന്ന് വരുവോളം നമ്മൾ ഇളക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എൻ്റെ കയ്യിലൊരു 1/4 കിലോ കൂന്തൽ നന്നാക്കി എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാം, ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഈ കൂന്തൽ കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഈ കൂന്തലിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടല്ലോ, കൂന്തലിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ച് ഈ കൂന്തളൊക്കെ വേവിച്ച് നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള വെണ്ടക്ക നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെണ്ടക്ക കൂടി ഇതിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അതേപോലെ നല്ല ടേസ്റ്റിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ദോശയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. 2 മിനിറ്റ് നമ്മൾ വെണ്ടക്ക ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് അടച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വെണ്ടക്കയിലൊക്കെ മസാല പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി മസാലയാണ് കേട്ടോ, കൂന്തൽ മസാല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ കയ്യിൽ വെറും പൂളക്കിഴങ്ങും മുരിങ്ങയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചോറിലേക്ക് കൂട്ടാനുണ്ടാക്കണം. അപ്പോൾ ഞാനിതാ ഒരു 1/2 കിലോ പൂളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, കപ്പക്കിഴങ്ങ്. ഇത് നമുക്ക് ചെറുതായി ഒന്ന് കൊത്തിയെടുക്കാം. അപ്പോൾ വീട്ടിലുള്ള മുരിങ്ങയും പൊട്ടിച്ചെടുത്ത് ഒന്ന് ഇതാക്കി ഊരിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കട്ടൊക്കെ കളയുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഒന്ന് തിളപ്പിച്ചൂറ്റി കളഞ്ഞോളൂ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഈ പൂളൊന്ന് വെന്ത് വരുവോളം നമുക്കൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടി. പിന്നെ നമ്മൾ ഒരു 5-6 വറ്റൽമുളക്, നമുക്ക് ഇത്രയും എരി വേണോ അതിനനുസരിച്ച് നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ മുരിങ്ങയും പൂളിയും വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി വറ്റൽമുളകും കൂടി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ, ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങയാണ്, ഒരു 1.5 പിടിയോളം തേങ്ങ, കുറച്ച് തേങ്ങ മതി കേട്ടോ, കൂടുതൽ തേങ്ങ ഒന്നും വേണ്ട. ഇത് കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുവോളം ഒന്ന് നമുക്ക് ഈ ചട്ടിയിലിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ചിരവി എടുത്ത തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതാ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പൂളക്കിഴങ്ങും പച്ചമുളകൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ആ വെള്ളത്തോടുക്കനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കറിക്ക് വെള്ളം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ കുക്കറൊക്കെ കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുരിങ്ങയില ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിട്ട മുരിങ്ങയില കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ മക്കളും മുരിങ്ങയില കഴിക്കും കേട്ടോ. അതുകൊണ്ട് മുരിങ്ങയില നല്ലതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മുരിങ്ങയില ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയിലൊക്കെ നമ്മുടെ കറിയിൽ വേഗത്തിൽ വെന്ത് പോകുമ്പോൾ ചെറുതായി പോകും. അപ്പോൾ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസിലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ലൂസിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലൊന്ന് അടച്ച് വെച്ച് നമ്മൾ മുരിങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ മുരിങ്ങയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ നല്ല തൂമ്പ ഇലയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് മുരിങ്ങയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്.
നമ്മൾ മുരിങ്ങയില നന്നായി തിളച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചോറുണ്ണാൻ ഈ ഒരു മുരിങ്ങയും പൂളിയും വെച്ചിട്ടുള്ള ഈ ഒരു കറി മതി കേട്ടോ. പിന്നെ നമ്മൾ നെത്തോലി അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കറി മാത്രം ഉണ്ടാക്കി എടുത്തിട്ട് നല്ല അടിപൊളിയിൽ ചോറുന്ന കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നമ്മളെടുത്ത് 2 എണ്ണയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ആളുകൾക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റിൽ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നൂലുപുട്ടായാലും പൊറോട്ട ആയാലും ഇഡ്ഡലി ആയാലും എന്ത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതൊന്ന് മൂപ്പിച്ചെടുക്കുക. 2 സവാള, 2 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില അത് ഒരുമിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ വഴന്ന് കിട്ടും. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയാണ്, അതൊരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഈ എണ്ണയെ കടന്നിട്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടികൾ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി നമ്മളിത് കുക്കർ അടച്ച് വെച്ച് 2 വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ 2 മുട്ടയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരപ്പം ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് 2 ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഓംലേറ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ കറിയിലിട്ടിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ 2 ഓംലേറ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ ഏത് സൈസിൽ വേണമെങ്കിലും കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി 1-2 തിളപ്പിച്ചെടുക്കുക. ഈ മസാല ഒന്ന് ഇതിൽ പിടിക്കുവോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് പോകരുത്, ചെറുതായി തിള വന്നാൽ മതിയാവും കേട്ടോ. അപ്പോഴാണ് നമ്മളെ കറിക്ക് ടേസ്റ്റ്. നന്നായി തിളച്ച് പോകുമ്പോൾ പിരിഞ്ഞു പോകും. വറുത്തെടുത്ത തേങ്ങയാണെന്ന് വെച്ചാൽ നന്നായി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.